ഹായ്, ഗുഡ് മോർണിംഗ്. ഇന്ന് രാവിലെ യൂട്യൂബ് തുറന്നപ്പോഴാണ് നമ്മുടെ ആരിഫ് ഹുസൈൻ തിരുപോത്തും നമ്മുടെ കാനഡയിലിരുന്ന് ഇന്ത്യയെ തെറി പറയുന്ന സുനിത ദേവദാസും കൂടെയുള്ളൊരു വെർബൽ ഫൈറ്റിൻ്റെ ഡീറ്റെയിൽസ് കണ്ടത്. രണ്ടുപേരുടെയും ഉള്ളിലുള്ള വഴക്കിനുള്ള പ്രമേയം ഇറാനാണ്. ഇറാനിൽ മരണപ്പെട്ട ആള് നമ്മുടെ സുനിത മാഡത്തിൻ്റെ ഫേവറേറ്റ് ആണെന്ന് അങ്ങനെ എന്തൊക്കെ പറഞ്ഞിട്ടാണ് സംഭവം. കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ ഈ ഇറാൻ യുദ്ധത്തിനകത്ത് നമ്മുടെ കേരളത്തിനകത്ത് ചേരി തിരിഞ്ഞുകൊണ്ട് ഫേസ്ബുക്ക് പോസ്റ്റുകൾ വരുന്നുണ്ട്, വെർബൽ ഫൈറ്റ്സ് വരുന്നുണ്ട്. ആരോ ഒരാൾ പറഞ്ഞു, നമ്മുടെ നരേന്ദ്രമോദിയെ പോലെ ട്രംപിൻ്റെ മുമ്പിൽ പോയി യാചിച്ച് നിൽക്കുന്നയാളല്ല ഖുമൈനി എന്നാണ് പറഞ്ഞത്. അങ്ങനെ സംഭവമാണ്, പോരാളിയാണെന്നാണ് പറഞ്ഞത്. വേറെ ചിലർ പറയണമെന്ന് വെച്ചാൽ 5 ലക്ഷത്തോളം ആൾക്കാരെ കൊന്ന ആളാണ്, ടെററിസ്റ്റിനെ പ്രോത്സാഹിപ്പിക്കുന്ന ആളാണ്, ലോകത്തിൽ തന്നെ ഭയങ്കര പ്രോബ്ലം ഉണ്ടാക്കുന്ന ആളാണെന്ന് പറഞ്ഞിട്ട് വേറെ കുറേ ആൾക്കാർ. എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് നമ്മൾ കേൾക്കുന്നത്. കാര്യം ഈ സൗദിയിലും ദുബായിലും മിഡിൽ ഈസ്റ്റിലൊക്കെ വർക്ക് ചെയ്യുന്ന കുറേ ബന്ധുക്കളും സുഹൃത്തുക്കളും ഉണ്ട്. അവർക്കൊന്നും പറ്റുന്നുള്ള കാര്യം മാത്രമേ നമുക്കുള്ളൂ. ഇതിനിടയ്ക്ക് ഈ ദസറക്ക് നായ ഒടുങ്ങിയമാര് CPM വരുന്നുണ്ട്. യുദ്ധം ഭയങ്കര പ്രശ്നമാണ്, സാമ്രാജ്യ അധിനിവേശം പ്രശ്നമാണ്, അമേരിക്ക ശരിയല്ല. ഞാൻ പറയുമ്പോൾ സൂക്ഷിച്ച് പറയണ കാര്യം, വിജയേട്ടൻ അടുത്ത മാസം അവിടെ പോയി ചികിത്സിക്കാൻ പോകേണ്ടതാണ്. നിങ്ങൾ ഇവിടെ കിടന്ന് ഈ അമേരിക്ക കുറ്റം പറഞ്ഞാൽ, പ്രത്യേകിച്ച് നമ്മുടെ യുദ്ധം തീരെ ഇഷ്ടമില്ലാത്ത ഒരാളുണ്ട്, നമ്മുടെ സ്വരാജ്. പുള്ളി പാകിസ്ഥാനിൽ പോലും നമ്മൾ യുദ്ധം ചെയ്യാൻ പാടില്ല, അവിടെ നമ്മൾ തിരിച്ചടിച്ചത് വളരെ മോശമായി പോയി എന്ന അഭിപ്രായമുള്ള ആളാണ്. പഹൽഗാമിൽ മുണ്ടോക്കി കൊണ്ടുവന്ന് പുള്ളി അറിഞ്ഞിട്ടില്ല. അത് നമ്മളൊരു വിഷയമുള്ള കാര്യമില്ല. പുള്ളി പരന്ന് വായിക്കുന്ന ആളാണ്. പരന്ന് വായിക്കുമ്പോഴത്തേക്കും ഈ യുദ്ധമൊക്കെ കുറച്ച് പ്രശ്നമായിട്ട് തോന്നും. എന്തായാലും ഇതിൻ്റെ അടിസ്ഥാന ഘടകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ സപ്പോർട്ട്സ്, ഇറാനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ, ഗസയെ സപ്പോർട്ട് ചെയ്യുമ്പോൾ, ഗസയിലെ കുഞ്ഞുങ്ങളും ഇറാനിലെ കുഞ്ഞുങ്ങളും മാത്രം മരിക്കുമ്പോൾ സെലക്റ്റീവായിട്ട് കരയുന്ന ഒരു അസുഖം ഇടതിനും വലതിനും കുറച്ച് നാളായിട്ട് സൂക്ഷിക്കുന്നുണ്ട്. കാര്യം വോട്ടാണെന്ന് നമുക്കറിയാം. കാര്യം ഇവിടേക്കൂടെ മുദ്രാവാക്യം വിളിച്ച് നടന്നുകൊണ്ട് അമേരിക്കയും ഇസ്രായേലും അത് മൈൻഡ് ചെയ്യുന്നില്ലല്ലോ. പിന്നെ നമ്മുടെ നാട്ടിലുള്ള കുറച്ച് മുസ്ലിങ്ങളെ കാണിക്കണം, ഞങ്ങൾ നിങ്ങളുടെ ഒപ്പമാണെന്ന് കാണിക്കണം. അല്പം ഉളുപ്പുണ്ടോ എന്ന് മാത്രമേ ചോദിക്കാനുള്ളൂ. പക്ഷേ അതില്ലാത്തതുകൊണ്ടാണല്ലോ നിങ്ങൾ ഈ പണിക്ക് നടക്കുന്നുള്ളതുകൊണ്ട് അതങ്ങനെ മൈൻഡ് ചെയ്യാറില്ല. എന്തായാലും യുദ്ധം നടക്കട്ടെ. നമ്മൾ പറഞ്ഞാൽ നിർത്തുന്നില്ലല്ലോ. എന്തൊക്കെയോ അവർ കാണുന്നുണ്ട്. എന്തൊക്കെയോ സാമ്പത്തിക പ്രശ്നങ്ങൾ ഇന്ത്യക്ക് തന്നെ വന്നേക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. ഓയിൽ വില ഷൂട്ട് ചെയ്യുമെന്ന് പറയുന്നുണ്ട്, അരിഷ്ടാവസ്ഥ വരുമെന്ന് പറയുന്നുണ്ട്. വി ഡോണ്ട് നോ റിയലി വാട്ട് എക്സാക്ട്ലി ദ റീസൺ ബിഹൈൻഡ് ഇറ്റ്. എനിവേ, നമുക്ക് കണ്ടിരിക്കാനേ പറ്റുള്ളൂ. ഫേസ്ബുക്ക് പോസ്റ്റും നമുക്ക് കണ്ടിരിക്കാം, യുദ്ധവും കണ്ടിരിക്കാം. ഹാവ് എ നൈസ് ഡേ.